സുബൈക്ക് തന്നെ ഇത് ആരാണപ്പാ? ഇനിയിപ്പോ ഇടത്തോട്ടോ വലത്തോട്ടോ? ചേച്ചിയോട് വന്നിട്ടുള്ളതല്ലേ? അത് ചാച്ചന്റെ കൂട്ടത്തിലല്ലേ? കൊല്ലം എത്രയായി? ബെസ്റ്റ്. നമുക്ക് ചായക്കടയിൽ ചോദിച്ചു നോക്കിയാലോ? എക്സ്ക്യൂസ് മീ ലു. അതേ ലുലു, ഇല്ലിലു ഒന്തലു ഒരലു ഒരലല്ല രണ്ടലു ടീച്ചർമാരിലു താമസിക്കലു. എന്തൂട്ടി പറയണേ? ദുനിയാവിലെ ഏത് ഭാഷ ഇത്? അയ്യോ മലയാളി. പടച്ചോനെ കൊഴപ്പായ? അതല്ല, മലയാളിയാണല്ലേ. മലയാളി ഇല്ലാത്ത സ്ഥലം ഏതാ ഈ ദുനിയാവില്? അല്ല, ഇങ്ങക്കിപ്പ എങ്ങട്ടാ പോണ്ടിയത്? ഈ സ്വർഗത്തിലേക്കുള്ള വഴി. പടച്ചോനെ, 10-60 കൊല്ലായിട്ട് അത് തന്നെയാണ് മോളെ ഞമ്മളും അന്വേഷിക്കുന്നത്. സ്വർഗം എന്നുള്ളത് വീടിന്റെ പേരാ. ഇവിടെ അന്നെന്നും ആലീസെന്നും പേരുള്ള റിട്ടയർഡായ 2 ടീച്ചർമാര് താമസിക്കുന്ന. ഓ അങ്ങനെ പറ. ഞമ്മടെ ടീച്ചർമാരിക്കടെ സ്വർഗം. ദേ ഇവിടുന്ന് കിഴക്കോട്ടൊരു ഫർലോങ് പോയാ വലത്തോട്ടൊരു ബയ്യുണ്ട്. അതിലെ നേരെ വെച്ച് പിടിച്ച കൂർഗിപ്പാറ. അവിടുന്ന് ഇടത്തോട്ട് തിരിഞ്ഞ പച്ചക്കുന്ന്. പച്ചക്കുന്ന് കയറി ചെല്ലണത് നിങ്ങൾ പറഞ്ഞ സ്വർഗത്തിലോട്ടാണ്. അധികം ദൂരമുണ്ടോ? ഇപ്പൊ പോയാ ഇന്ന് തന്നെ എത്തും. അങ്ങോട്ട് വണ്ടി വല്ലതും? അബരിക്കടെ വണ്ടിയും പള്ളിയിലച്ഛന്റെ വണ്ടിയും മാത്രമേ ആ ബൈക്ക് പോലുള്ളൂ. അതും വല്ലപ്പോഴാ. പിന്നെ വേണമെങ്കിൽ ദൈവം കൊണ്ടുവന്നാക്കും. ರಾಚಯ್ಯ ಇವನ್ನು ನನಗೆ ಟೀಚರ್ ಮನೆ ಇದ್ದಾದಲ್ಲ ಅಲ್ಲಿ ಬಿಟ್ಟು ಬಿಡು. ಹೋಗದರೆ ಸೊನ್ನಾಗಿಲ್ಲ, 15 രൂപ കൊടുಬೇಕು. എന്താണ് ബൈ? മോശാണ്. 15 ഉറുപ്പ്യ വേണമെന്നാ പറയണേ. എത്ര വേണമെങ്കിലും കൊടുക്കാം. അതല്ല അവറിന് കൊടുവാ. നീ മുതൽ ഹോകുവാ. ബന്നി. പന്നിയാ? ആരാടാ പന്നി? ഏയ് ചെല്ലാൻ പറഞ്ഞതാ. ചെന്നി ചെന്നി. താങ്ക്സ്. അല്ല, ഡാൻസും പറഞ്ഞ് പോവേണ? ചായ വേണ്ടേ? ഇപ്പൊ വേണ്ട. നമ്മടെ കട പിടിച്ചിട്ടുണ്ടാവില്ലല്ലേ? അയ്യോ, അതുകൊണ്ടല്ല. മാതാവേ, നമ്മൾ നേപ്പാളിലെത്തിയ? ഇവിടെ ഒരു ടിബറ്റൻ കോളനി ഉണ്ടെന്നാ പറയുന്നേ. അതിന്റെ ആൾക്കാരായിരിക്കും. ഞാനും ആദ്യമായിട്ട് കാണുക. നല്ല ചുളു ചുളാന്നുള്ള കാറ്റാ. ആ കടയിൽ നിന്ന് ഒരു ചായ കുടിക്കായിരുന്നു. ടീച്ചർമാരുടെ അടുത്തെത്തിയ നല്ല അസല് ചായ കിട്ടും. അന്ന ടീച്ചർ ഇടുന്ന ചായക്ക് നല്ല ടേസ്റ്റാ. ഒന്നും മതിയാക്കോ? വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ മുതൽ തുടങ്ങിയതാ ടീച്ചർമാരും സ്തുതിഗീതം. അതേടാ, ഞാൻ പറയും. അത്രയ്ക്ക് ജീവനായിരുന്നു എന്നെ. താഴത്തും തലയിലും വെക്കാതെ നിന്നെ ഒരുപാട് പുന്നാരിച്ചിട്ടുണ്ട്. നേരിട്ട് കാണുമ്പോ നിനക്കും ബോധ്യാവും. ശരിക്കും മാലാഖമാരാ. മാലാഖമാര് ഇപ്പോഴും ജീവനോടെ ഉണ്ടോ അതോ ശരിക്കും സ്വർഗത്തിലേക്ക് പോയിട്ടുണ്ടാവോ? ഒരൊറ്റ വീക്ക് വെച്ചെന്നാലുണ്ടല്ലോ. ഈ സമയത്ത് ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടായത് ഭാഗ്യാണെന്ന് കൂട്ടിക്കോ. നിന്നെ അവര് കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കും. കണ്ണു തുറക്ക അന്നേച്ചി. കാറ്റടിച്ച് നീരൊഴുകട്ടെ. ഓ, ഇത്തിരി കഴിയട്ടടി. പെട്ടെന്ന് തുറന്നാലുള്ള നീറ്റല് നിനക്ക് അറിയത്തില്ലയോ? കൊള്ളാം. ഇനിയിപ്പൊ എന്റെ കണ്ണിൽ ആരാ ഒഴിച്ചു തരുന്നേ? കിക്കിലി ചേട്ടത്തി വരത്തില്ലയോടി? ഓ, അവരിനി എപ്പോഴാ വരുന്നേ ആവോ. എന്നാ നീ ഇങ്ങോട്ടിരിക്കെ. കാര്യമായിട്ട് വിരുന്ന് വിളിക്കുന്നുണ്ടല്ലോ. ആരാന്ന്? ഓ, നമ്മളെ തിരക്കി ഈ കുന്നു കയറി ആര് വിരുന്ന് വരാനാടി ആലീസേ? ഇപ്പോഴെന്നായി? ഞാൻ പറഞ്ഞില്ലയോ, കാക്ക അങ്ങനെ ചുമ്മാ വിരുന്ന് വിളിക്കത്തൊന്നുമില്ല. സോഫിയ മറ്റോ ആന്നോ? ഏയ്, ഇതേതോ വിരുന്ന് തന്നെ. ആ ആ തത്രപ്പെട്ട് ഓടണ്ട. കാലേ മസില് കയറിയ പിന്നെ തിരുമാൻ ആളില്ലെന്ന് കണ്ടോ? എന്റെ മാതാവേ, ഞാനിത് ആരാ കാണുന്നേ? അന്നച്ചി, ഇതാരാ വന്നേ നോക്കിയേ. ഇങ്ങോട്ട് കേറി വാ പെണ്ണേ. റീസമോളല്ലയോ? ടീച്ചർ എന്തിനാ കരയുന്നേ? ഒന്നുമില്ല, നിന്നെ ഒന്ന് കാണാൻ പറ്റിയല്ലോ. വാ. എന്താ ഇത്? പ്രായമായില്ലയോ?
ഓരോ പാർട്ടായിട്ട് അങ്ങ് റിപ്പയർ ആയിക്കൊണ്ടിരിക്കുക. ഇരിക്ക്. നീ ആകെ അങ്ങ് മാറിപ്പോയല്ലോ. അവൾക്ക് കുടുംബവും കുഞ്ഞുങ്ങളും ഒക്കെ ആയില്ലയോ? അല്ലയോ പെണ്ണേ? ഇപ്പോഴെങ്കിലും നീ ഞങ്ങളെ ഓർത്തല്ലോ. ഞാൻ എന്നും ഓർക്കാറുണ്ട്. അത് ചുമ്മാതാ. എസ്റ്റേറ്റ് കാര്യങ്ങൾ നോക്കാൻ പറ്റിയ ഒരാളെ വേണമെന്നും പറഞ്ഞ് നിനക്ക് എഴുതിയിട്ട് നാളെ എത്രയായി? എവിടെയാ ആള്? ആളെയല്ലേ ഇപ്പൊ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നേ. മനസ്സിലായോ? എന്റെ അനിയനാ. സോമൻ. സോമൻ. സോമനോ? എന്റെ മാതാവേ, ഇവനങ്ങ് വളർന്ന് മുട്ടനായി പോയല്ലോ. വേണ്ടേ, അവന് മീശയൊക്കെ വന്നല്ലോടി. ഇങ്ങ് വന്നേ. വാ വാ വാ, ഇവിടെ ഇരിക്കും. നിനക്ക് ഓർമ്മയുണ്ടോ ഞങ്ങളെ? നഴ്സറി ക്ലാസ്സിലേക്ക് ഞങ്ങളുടെ വിരലുമേ തൂങ്ങിപ്പോയതൊക്കെ ഓർമ്മയുണ്ടോടാ നിനക്ക്? അന്ന് പെരുമഴയത്ത് നിനക്ക് ഒറ്റയ്ക്കൊരു കൊടയിൽ നടക്കണമെന്ന് വാശി പിടിച്ച് എന്നെ മഴ മുഴുവൻ നനയിപ്പിച്ച് ഞാൻ പനി പിടിച്ച് കിടന്നത് നിനക്ക് ഓർമ്മയില്ലേടാ? എന്തൊരു കുസൃതിയായിരുന്നെന്നറിയാമോ? ഇപ്പോഴും ഉണ്ടോടാ അതൊക്കെ? ഇപ്പൊ ഇത്തിരി കൂടുതലാ. കുറച്ച് മര്യാദ പഠിപ്പിക്കാൻ കൂടിയാ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. ഇവിടെ ആകുമ്പോ നിങ്ങൾ രണ്ടാളുടെ നോട്ടം ഉണ്ടാവൂല്ലോ. അയ്യോ, പണ്ടത്തെ പോലെ ഒന്നും അല്ല പെണ്ണേ. ഇപ്പൊ ഞങ്ങളെ നോക്കാൻ തന്നെ ഇവിടെ ആളെ നിർത്തിയേക്കുവാ, ഒരു ഹോം നേഴ്സിന്. എന്തായാലും വേണ്ടതല്ല, ഇവൻ ഇവിടെ നിന്നോട്ടെ. ഞങ്ങള് പൊന്നുപോലെ നോക്കിക്കൊള്ളാം. ആ, സോമന് ഡ്രൈവിംഗ് അറിയാമോ? പ്ലെയിൻ ഒഴിച്ചുള്ളതെല്ലാം അവൻ ഓടിക്കും. അത്യാവശ്യം വന്നാ ഞാൻ പ്ലെയിനും ഓടിക്കും. ആ, അന്നേച്ചേ, എന്നാ ഇവിടുത്തെ പ്ലെയിൻ ഇനി സോമൻ ഓട്ടിക്കട്ടെ. പ്ലെയിനാ? എന്തു പറ്റിയടാ? ആ, ആർക്കറിയാം. മാലാകമാർക്ക് ഉടലോടെ സ്വർഗത്തിൽ പോകാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പുഷ്പവിമാനാണല്ലോ. എന്തായാലും ബസ്സിന് സമയാവുന്നതിന് മുമ്പ് ഇവിടം വരെ എത്തിയല്ലോ. ചേച്ചിക്ക് ഇപ്പൊ എങ്ങനെയെങ്കിലും വീട്ടിലെത്തിയാൽ മതി എന്നല്ല ചിന്തയിലുള്ളൂ. സോമ, ചങ്കി കുത്തുന്ന വർത്താനം പറയല്ലേ. ഞാനൊന്നും പറയണില്ലേ. ചേച്ചി വേണി പൊക്കോ. ഞാൻ ഈ വൃദ്ധസദനത്തിൽ കിടന്ന് എങ്ങനെയെങ്കിലും നരകിച്ച് ചത്തോളാം. അത് നരകമൊന്നുമല്ല, സ്വർഗ. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്നവരവര്. ഇനി നീയായിട്ട് നരകമാക്കാണ്ടിരുന്നാ മതി. അതെ, ഞാൻ പോണടത്തൊക്കെ നരക. ചേച്ചി പോയി രക്ഷപ്പെട്ടോ. സോമ, നീ വിഷമിക്കാതിരിക്കെ, എല്ലാം ശരിയാകും. സോറി, പെട്ടെന്ന് ഞാൻ ഒറ്റയ്ക്കാവണ പോലെ തോന്നി, അതുകൊണ്ടാ. ചേച്ചി ഇടയ്ക്കൊക്കെ വരാടാ. നടന്നോ. കൂവണ്ട, ഞാനിവിടെ ഉണ്ട്. 2 പാവയ്ക്ക വേവിക്കാൻ ഇത്രയും കൂവേണ്ട വല്ല കാര്യമുണ്ടോ? കിക്കിളിച്ചേർത്തേ, അവിടെ ഒരാൾ കൂവുന്നു. എല്ലാരും കൂടെ അവിടെ എവിടെ ഇരുന്ന് കൂവിയാലേ കുറച്ച് പാടാ. എനിക്ക് 1.5 കാലേ അറിഞ്ഞൂടെ? വരുന്നേ, അവിടെ ഇരുന്ന് കൂവും. എന്നാത്തിനാ ഇങ്ങനെ വിളിച്ചു കൂവുന്നേ? ആലീസിന്റെ കാലേ മസിൽ കയറിയതാ. ഓ, ഇപ്പൊ ഇങ്ങനെ മസിൽ കയറാൻ എന്നതാ ഉണ്ടായേ? ഞാൻ വേണ്ട ഈ പില്ലോ കവർ ഇടുവായിരുന്നു മാറാല തുടയ്ക്കാൻ. ഈ തുടപ്പനും കൊണ്ട് കേറിയപ്പോഴേ ഞാൻ പറഞ്ഞതാ, കേക്കണ്ടായോ? തുടക്കലും വിരിക്കലും കട്ടിലൊരുക്കലും എന്നതാ ഇതൊക്കെ? എങ്ങാണ്ടെന്നോ ഒരുത്തൻ വലിഞ്ഞേരി വന്നതിന് ഇത്രയും തത്രപ്പാട് വേണോ? എങ്ങാണ്ടെന്ന് വലിഞ്ഞു കയറി വന്നതല്ല, അവൻ ഞങ്ങളുടെ കുഞ്ഞാ. നിങ്ങളുടെ കുഞ്ഞോ? പേരും പിറപ്പൊന്നും വേണ്ടെന്ന് വെച്ചവർക്ക് ഇപ്പൊ എവിടുന്ന ഇങ്ങനെ ഒരു കുഞ്ഞ്? ഞങ്ങളുടെ മടിയിലേക്ക് പെറ്റു വീണ കുഞ്ഞാ അവൻ. അവന്റെ പപ്പയെക്കാളും അമ്മയെക്കാളും ഇഷ്ടം ഞങ്ങളോടായിരുന്നു. ഞങ്ങൾ വാരി കൊടുത്താലേ ഉണ്ണു, ഞങ്ങളുടെ കൂടെ ഉറങ്ങൂ. സത്യം പറഞ്ഞ കളഞ്ഞുപോയതെന്തോ തിരിച്ചു കിട്ടിയ പോലെ ഒരു തോന്നലാ. അല്ലയോടി ആലീസേ? ശരിയാ, എന്നാന്നറിയത്തില്ല, മനസ്സിനൊരു വല്ലാത്ത സന്തോഷം. അത്ര സന്തോഷിക്കൊന്നും വേണ്ട. അവൻ ആളത്ര ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പരദൂഷണം പറയാണെന്ന് വിചാരിക്കരുത്. ആ ചെക്കനെ ഒരെല്ലു കൂടുതലാ. അല്ലേലും സ്വന്തം കൂട്ടത്തിൽപ്പെട്ടവരെ തിരിച്ചറിയാൻ കിക്കിലി ചേർത്തിക്ക് നല്ല മിടുക്ക. ചിരിക്കണ്ട ചിരിക്കണ്ട. ഇനി എവിടെയെങ്കിലും മസിൽ കയറിയാലേ ഉഴിയാനും പിടിക്കാനും എന്നെ കിട്ടത്തില്ല. ആ ഹോം നേഴ്സ് വരുന്നവരെ എവിടെയെങ്കിലും അടങ്ങി ഒതുങ്ങിയിരുന്നോണം. പറഞ്ഞില്ലെന്ന് വേണ്ട. ഇന്നലെ വരെ മൂങ്ങളെ പോലെ കൂനിക്കൂടി ഇരുന്നതുങ്ങളാ. ഇന്നിപ്പോ എങ്ങാണ്ടുന്ന ഒരു വളർത്തു പുത്രനെ കിട്ടിയപ്പോ
ചിരിക്കുന്ന ചിരി കണ്ടില്ലേ? മനസ്സിൽ വിചാരിച്ച ഒട്ടനെ മുമ്പിൽ വരും. തെണ്ടി ഞൊണ്ടി. പോടാ അവിടുന്ന്. ആക്രാന്തം 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 കാണിക്കാതെ ഇതൊന്നും ആരും എടുത്തോണ്ട് പോയില്ല, ഇവിടെ തന്നെ കാണും. ആ ആ, പതുക്കെ പതുക്കെ. ആ കുടിച്ചോ. ഞാൻ ഒറ്റക്കല്ല, രണ്ടമ്മമാരും കൂടി. ഓഹോ, രണ്ടാൾക്കും ഇതൊന്നും തിന്നാൻ വയ്യാത്തോണ്ട് ഇവനെ കൊണ്ട് തിരിപ്പിക്കുക അല്ലേ? ആലിസോച്ചമ്മേ, ഒന്ന് അങ്ങോട്ടിരുന്നാട്ടെ. ഈ കൊച്ചൻ മനസമാധാനായിട്ട് വല്ലതും വെട്ടി വിഴുങ്ങിക്കോട്ടെ. സോമൻ സമാധാനമായിട്ടിരുന്ന് നിന്റെ ഇഷ്ടത്തിന് കഴിച്ചോ. അയ്യോ എനിക്ക് മതി, ഇപ്പൊ തന്നെ ശ്വാസം മുട്ടറായി. ശിരസിൽ കയറിയ വെപ്രാളത്തിനിടയ്ക്ക് അവൻ നമ്മളെ വിളിച്ചത് നീ ശ്രദ്ധിച്ചോടി ആലീസേ? അമ്മമാരെന്നല്ലയോ. ഒന്നും കഴിക്കുന്നില്ലേ? കഴിക്കും കഴിക്കും. ഷുഗറും പ്രഷറും ഒക്കെ ഉള്ള ആൾക്കാരാ. ദാ ഈ ഒരു ഗ്ലാസ് പാവയ്ക്കാ നീരും 2 ചപ്പാത്തി അല്ലാതെ വേറെ എന്തെങ്കിലും കഴിച്ചെന്ന് ആ ഹോം നഴ്സ് അറിഞ്ഞ ഈ തറവാടിനെ തല തിരിച്ചു വെക്കും. കൊക്കിലൊതുങ്ങണ്ടേ കൊത്താവും മോനെ. ഇതൊക്കെ കഴിക്കാം. അയ്യോ, ഇത് പോളിയാ, മധുരവാ. കഴിക്കാൻ പാടില്ല. ഓ, വല്ലപ്പോഴും ഒത്തിരി മധുരം കഴിച്ചെന്ന് വെച്ച് ഒരു കുഴപ്പമുണ്ടാവില്ല. ഞാനല്ലേ തരണേ. അല്ല, ഞാൻ വന്നപ്പോ കളഞ്ഞു പോയതെന്തോ തിരിച്ചു കിട്ടിയ സന്തോഷാണെന്നല്ലേ പറഞ്ഞത്? എന്റെ ഒരു സന്തോഷത്തിന് ഒരു ഓസ്തിയോളം മതി. എന്തേ? കൈകളിൽ അപ്പമെടുത്ത് വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടിങ്ങനെ അരുൾ ചെയ്തു: ഇത് നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. ഇത് നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിൻ. ആമേൻ. ഇവൻ പെട്ടെന്ന് 2 പെട്ടി വാങ്ങിപ്പിക്കുമേ. എന്റെ മാതാവ്, ഞാൻ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? ആ വെറുതെ അല്ല രണ്ടാൾക്കും ബംഗ്ലാവിൽ നിന്ന് പുറത്തിറങ്ങാൻ ശേഷിയില്ലാത്തത്. ഇതുപോലെ ഓരോ ലോഡും ഗുളികയും മരുന്നും കഴിച്ച് ഈ 2 ഉണക്ക ചപ്പാത്തിയും തിന്നുകൊണ്ടിരുന്ന കർത്താവിനാണെങ്കിൽ പോലും ഈ കസേരയിലിരുന്ന് ഇങ്ങനെ ആടാനേ പറ്റുള്ളൂ. എന്നാത്തിനാ നീ ഇതൊക്കെ എടുത്തോണ്ട് വന്നേ? ഉത്തരവാദിത്തപ്പെട്ടവര് പോയ വഴിക്കാണെങ്കിൽ പിന്നെ എടുക്കാതെ എന്ത് ചെയ്യും? എനിക്ക് എന്റെ അമ്മമാരെ നോക്കാതിരിക്കാൻ പറ്റുമോ? കിക്കിലി ചേർത്തി എവിടെ പോയി? അയ്യോ, ഞാൻ ആ ഹോം നേഴ്സിന്റെ കാര്യം പറഞ്ഞേ. ആ, അവളുടെ ഇച്ചായന് സുഖമില്ലാന്ന് അറിഞ്ഞിട്ട് പോയതാ. ഓ, ഇന്നോ നാളെയോ എത്താതിരിക്കുകയല്ല. സോമ, ഹോം നേഴ്സിനെ ഒന്നും പറഞ്ഞേക്കല്ലേ. വേണ്ടേ, ഇവളുടെ വലം കയ്യാ. സോറി, ഞാൻ അറിഞ്ഞോണ്ട് പറഞ്ഞല്ല. അല്ല, അവരവരുടെ ലിസ്റ്റിൽപ്പെട്ട മരുന്നിന്റെ പേര് പറഞ്ഞാ ഞാൻ എടുത്തു തരാം. എനിക്ക് നല്ല കൈപ്പുണ്യാ. വേണമെങ്കിൽ ഇന്ന് മുതൽ ഞാനിവിടുത്തെ ഹോം നേഴ്സും ആവാം. എന്നാ പിന്നെ വെക്കലും വിളമ്പലും ഒക്കെ കൂടി അങ്ങ് ആയിക്കോ. ഞാനങ്ങ് ഒഴിഞ്ഞു മാറി തരാം. വേണ്ടി വന്ന ഞാൻ അതും ചെയ്യും. ചില്ലി ചിക്കൻ, ജിഞ്ചർ ചിക്കൻ, ചിക്കൻ ഫ്രൈ, ബട്ടർ ചിക്കൻ, ചിക്കൻ പുലാവ്, ചിക്കൻ 65 ഇതൊക്കെ ഞാനും ഉണ്ടാക്കും. ചിക്കൻ ചേട്ടത്തി പേടിപ്പിക്കല്ലേ. ചിക്കൻ ചേട്ടത്തി അല്ല, കിക്കിലി ചേട്ടത്തി. ആദ്യം പേര് പറഞ്ഞു പഠിക്കടാ കോമ. അയ്യോ, അങ്ങനെ ചൂടാവല്ലേ. ദേഷ്യം പിടിക്കുമ്പോ കിക്കിലി എടുത്തിട്ട് മുഖം കാണാൻ എന്ത് രസാ. അല്ല, ഏതൊരു സിനിമാ നടിയുടെ പോലെ ഉണ്ടല്ലോ അല്ലേ? അവിടുന്ന് അവന്റെ ഒരു സത്യം പറച്ചില്. നിന്നെ സമ്മതിച്ചിരിക്കുന്നു. ഈ വക കുറുമ്പൊക്കെ എവിടുന്നാ പഠിച്ചേ? അതൊക്കെ എന്റെ ചോരയിലുള്ളതാ. സിനിമാ നടിയെ പോലെ ഇരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ നാണം കണ്ടില്ലയോ? ഇനിയിപ്പൊ നേരം വെളുക്കേണ്ട താമസേ ഉള്ളൂ. മാത്തുക്കുട്ടിയോട് പോയി പറയും. ആരേ മാത്തൂട്ടി? കിക്കിലി ചേർത്തിയുടെ മോനാ. അവനാ ഇപ്പൊ തോട്ടത്തിലെ കാര്യസ്ഥൻ. എന്നാ കാര്യസ്ഥനാ? 24 മണിക്കൂറും വെള്ളത്തില.